ഹായ്, മൈ നെയിം ഈസ് സുഭാഷ് ചന്ദ്രൻ. എല്ലാവർക്കും സുഭാഷ് ചന്ദ്ര ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ചില പേരൻസിൻ്റെ ഒക്കെ വലിയ കൺസേൺ ആണ് ചില കുട്ടികൾ മാത്രം വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്നു, തങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കാണില്ലേ? എന്തായിരിക്കും ഇതിനുള്ള ഒരു കാരണം? ചില കുട്ടികൾക്ക് വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നു, നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ലഭിക്കുന്നില്ല. ചില കുട്ടികളും പാരൻസും ഒക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടാണ്. 1986 ലോക ഫുട്ബോളിൽ അർജന്റീനയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വർഷമായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ആ വർഷം അവർ ലോക ഫുട്ബോളിൽ ചാമ്പ്യന്മാരായി. എന്നാൽ 1986 മാത്രമല്ല, 1987 അർജന്റീനയെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നീട് അത് ലോകത്തിൻ്റെ മുഴുവൻ സന്തോഷമായി മാറി. 1987 ലോക ഫുട്ബോളിലെ മിശിഹ എന്നറിയപ്പെടുന്ന ലയണൽ മെസ്സി ഈ ഭൂമിയിൽ ജനിക്കുന്നത്. പിന്നീട് പിറന്നത് ചരിത്രം മാത്രം. ഇന്ന് ലോക ഫുട്ബോളിൽ ഏറ്റവും ഖ്യാതിയുള്ള കളിക്കാരനായി, എല്ലാവരും ആരാധിക്കുന്ന വ്യക്തിയായി ലയണൽ മെസ്സി മാറി. എന്നാൽ ലയണൽ മെസ്സിയുടെ ചെറുപ്പകാലം അത്രത്തോളം എളുപ്പമായിരുന്നില്ല. അയാളുടെ ഫുട്ബോളുമായിട്ടുള്ള പ്രാക്ടീസുകൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കസിൻ്റെ കൂടെയൊക്കെ ഫുട്ബോൾ കളിക്കുന്ന ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് ഒന്ന് ഫുട്ബോൾ ടച്ച് ചെയ്യാൻ പോലും കിട്ടിയിരുന്നില്ല. അന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിലും അദ്ദേഹത്തിന് ഫുട്ബോൾ അത്രത്തോളം ഒന്നും വഴങ്ങുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ലയണൽ മെസ്സിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് നൽകിയത് അദ്ദേഹത്തിൻ്റെ കുടുംബമായിരുന്നു. നേരത്തെ മുത്തശ്ശി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഫാമിലിയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയുണ്ടായി. അതാണ് ലോകം എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രതിഭാധനനായ ഒരു കളിക്കാരനായി ലയണൽ മെസ്സിയെ മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇന്ന് ലയണൽ മെസ്സി ഒരു ഗോൾ നേടുമ്പോഴോ, ഒരു ഗോൾ നേടാൻ വേണ്ടി ഒരു അസിസ്റ്റ് കൊടുക്കുമ്പോഴോ, അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിനായ ആരാധകർ ഗാലറിയിൽ ഇരുന്നുകൊണ്ട് തിരമാലകൾ തീർക്കാറുണ്ട്. ആ തിരമാല കണ്ടുകൊണ്ട് നമ്മളും ആശ്ചര്യപ്പെടാറുണ്ട്. എങ്ങനെയാണ് ലയണൽ മെസ്സിക്ക് ഇന്ന് ലോകമറിയപ്പെടുന്ന കളിക്കാരനായി മാറാൻ വേണ്ടി പറ്റിയത്? നമ്മളെല്ലാവരും അതിനെക്കുറിച്ചും ചിലപ്പോൾ ആലോചിക്കാറുണ്ടല്ലോ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിനുള്ള വലിയ ഒരു സ്കില്ല് തന്നെയാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അക്കാഡമിക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ട്. അക്കാഡമിക് എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായമൊക്കെ ഉണ്ടായേക്കാം. എന്നായാലും എല്ലാവർക്കും അക്കാഡമിക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ട്. അക്കാഡമിക് എഡ്യൂക്കേഷൻ മാത്രം ലഭിച്ചുകൊണ്ട് നമുക്ക് ഒരു വലിയ വ്യക്തിയായി മാറാൻ, എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയായി മാറാൻ സാധിക്കുമോ? അങ്ങനെ അപൂർവം ചിലരൊക്കെ ആയിട്ടുണ്ടാവാം. എന്നാലും അതിന് ഒരു പ്രത്യേക കാരണം തന്നെയുണ്ട്. എന്താണ് ആ കാരണം? ആ കാരണം എന്ന് പറയുന്നത് അവരുടെ സ്കില്ലുകളാണ്. നമുക്ക് അക്കാഡമിക് എഡ്യൂക്കേഷന് പുറത്തുള്ള ചില കാര്യങ്ങളാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് കിട്ടുന്നത്. അതൊക്കെ സ്കില്ലുകളിൽ പെടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികളുടെ സ്കില്ലുകൾ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും? അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളരെ സാഗൂതമായിട്ട് വീക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ചെലവഴിക്കുക. മാത്രമല്ല, അവന് ഏറ്റവും ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് അവൻ ഏത് കാര്യത്തിനാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി സമയം ചെലവഴിക്കുന്നത്, അത്തരം കാര്യങ്ങളിൽ അവനുള്ള ഒരു എക്സ്പെർട്ടൈസ് എത്രമാത്രം വലുതാണ് എന്ന കാര്യം ഒരു പേരൻസ് എന്ന രീതിയിൽ നമ്മൾ വാച്ച് ചെയ്യണം. നമുക്കറിയാലോ, പണ്ട് സ്ഫടികം എന്നുള്ള സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ തിലകൻ്റെ കഥാപാത്രം അടിച്ചമർത്തുന്ന ചില സമയങ്ങളുണ്ട്. പിന്നീട് അദ്ദേഹം ഏത് രീതിയിലാണ് ജീവിതം മാറിപ്പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാരൻസിൻ്റെയും സപ്പോർട്ട് ഒരു കുട്ടികളുടെ സ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ വല്ല ഫാമിലി ഫംഗ്ഷനിലോ ഒക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു ഗാനം ആലപിക്കാൻ ചിലപ്പം തയ്യാറായേക്കാം. ആ സമയത്ത് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അന്നായിരിക്കും നമുക്ക് മനസ്സിലാവുക നമ്മുടെ കുട്ടികൾക്ക് മ്യൂസിക്കിനോട് താല്പര്യമുണ്ടെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അത്തരം പ്രോഗ്രാമുകളൊക്കെ മക്കളെ പങ്കെടുപ്പിക്കുക. ഒരു മുൻധാരണയും ഇല്ലാതെ ചിലപ്പോൾ അന്ന് അവൻ്റെ സ്കിൽ അവൻ ഐഡൻറ്റിഫൈ ചെയ്യും. ഇനി ഇത്തരം അവസരങ്ങൾ ഒന്നും ലഭിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ സ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇന്ന് ശാസ്ത്രീയമായ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അത്തരം ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളുടെ സ്കില്ല് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, ഇന്ന്
ലോകത്തിൻ്റെ നെറുകയിലാണ് ചെസ്സ് എന്ന കളിയിൽ ഇന്ത്യ. വിശ്വനാഥൻ ആനന്ദ് തുടങ്ങി വെച്ച ചെസ്സിൻ്റെ ശൃംഖല ഇന്ന് പ്രഗ്യാനന്ദ വരെ എത്തിയിരിക്കുന്നു. പ്രഗ്യാനന്ദ ലോകരാജ്യങ്ങൾ മാറി മാറി ഇന്ന് ചെസ്സിൻ്റെ പല ചാമ്പ്യൻഷിപ്പുകളും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു മെലിഞ്ഞുണങ്ങിയ സ്ത്രീ ഉണ്ടാകും. അത് മറ്റാരുമല്ല, പ്രഗ്യാനന്ദയുടെ അമ്മയാണ്. ആ മെലിഞ്ഞുണങ്ങിയ സ്ത്രീ അദ്ദേഹത്തിൻ്റെ മകനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു, അതാണ് പ്രഗ്യാനന്ദയുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് എത്രമാത്രം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ കുട്ടികളുടെ പെർഫോമൻസും അവർ സെലിബ്രിറ്റി ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കുട്ടികൾക്കും അവർ സെൽഫ് അസസ്മെൻറ്റ് നടത്തി അവരുടെ സ്കില്ലുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ നിങ്ങളോട് ഈ ഒരു ചാനലിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ചാണ്. അക്കാഡമിക് വിഷയത്തിനപ്പുറത്തേക്ക് അവർക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആവശ്യമാണ്. ലോകത്ത് വിജയിച്ചവരുടെ കണക്കെടുത്ത് നോക്കിയാൽ അവർ അക്കാഡമിക് എഡ്യൂക്കേഷന് പുറത്തുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചവരായിരിക്കും. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കരിയേഴ്സ്, അവരുടെ സ്കില്ലുകൾ, അവരുടെ മോട്ടിവേഷൻസ്, അവർക്ക് വേണ്ട സ്റ്റോറീസ്, അവർക്ക് വേണ്ട ബുക്സുകൾ, അവർക്ക് വേണ്ട സിനിമകൾ, അങ്ങനെ എല്ലാമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള എപ്പിസോഡല്ല കേട്ടോ. കുട്ടികളെന്ന് പറയുമ്പോൾ അത് ഒരു ഐസൊലേറ്റ് ചെയ്യപ്പെട്ട വിഭാഗമല്ല. കുട്ടികളുടെ കൂടെ എന്നും കണക്ട് ചെയ്യുന്നവരാണ് പേരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പേരൻസിനും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ ഇതിലൂടെ ചെയ്യുന്നത്. വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വിവിധങ്ങളായ വിഷയങ്ങൾ സംസാരിക്കാം. എല്ലാവരെയും ഈ ചാനലിലേക്ക് ഞാൻ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഈ പ്രോഗ്രാം കേൾക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. തുടർന്നുള്ള വീഡിയോകൾ നമുക്ക് വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. താങ്ക് യു വെരി മച്ച്.